بسم الله الرحمن الرحيم. സർവാദരണീയരായ ഉസ്താദുകളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ സായാഹ്നത്തിൽ റമദാനിനെ സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന വിജ്ഞാനവേദിയിലാണ് നാം ഉള്ളത്. എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല, എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല. എല്ലാ മാസത്തിനും മഹത്വമുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. 12 മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അത് 12നെയും പരിഗണിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ ആയത്താണിത്. അതിൽ ചില മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ഹറാമാക്കിയ മാസങ്ങൾ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും പുണ്യമേറിയ മാസമാണ് പരിശുദ്ധമായ ശഹ്റു റമദാൻ. അല്ലാഹുവിന്റെ ഖുർആൻ അവതരിപ്പിച്ച വിശുദ്ധമായ റമദാൻ. ആ മാസത്തിലെ ഏറ്റവും പുണ്യമുള്ള രാത്രിയാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. എല്ലാ രാത്രിക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ വല്ലൈലി ഇദാ സജാ എന്ന് അല്ലാഹു തആല പറയുന്നത്. എല്ലാ പകലിനും പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിലൂടെ പറഞ്ഞത് വന്നഹാരി ഇദാ തജല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച രാവുകളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള രാവാണ്, 1000 മാസത്തേക്കാൾ മഹത്വമുള്ള ഏറ്റവും അനുഗ്രഹീതമായ രാവ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹത്തായ ഒരു രാത്രിയുണ്ട്. ഭൂമിക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ പരാമർശിച്ചുകൊണ്ട് നിരവധി ആയത്തുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല. അതിൽ പള്ളികൾക്ക് പ്രത്യേകതയുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ ബിഖാഇ അലൽ അർളി മസാജിദുഹാ. ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലങ്ങൾ ആ ഭൂമിയിലെ പള്ളികളാണ്. ആ എല്ലാ പള്ളിയും ഒരുപോലെയല്ല. പ്രത്യേകമായി 3 പള്ളികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണിച്ചു തന്നു. അതിൽ ഒന്നാണ് മസ്ജിദുൽ ഹറാം, രണ്ടാമത്തേതാണ് മസ്ജിദുൻ നബവി, മൂന്നാമത്തേതാണ് മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ ഹറാം അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള പള്ളിയാണ്. അതിന് 10,000-ഓളം പ്രതിഫലമുണ്ട്. മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ട പള്ളിയാണ്. അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിന്റെ തൊട്ട് താഴെയുള്ള പദവി പള്ളി എന്ന നിലയിൽ മസ്ജിദുൻ നബവിക്കുണ്ട്. മൂന്നാമത്തെ പള്ളി ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാരോട് മുഴുവനും ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടക്കം ബന്ധമുള്ള പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ
الذي باركنا حوله لنريه من آياتنا. ചുറ്റുപാടും അനുഗ്രഹം ചൊരിഞ്ഞ് ഐബിഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ, അംബിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകൾ കൊണ്ട് ചുറ്റുവട്ടവും അനുഗ്രഹീതമായ പള്ളി, ആ പള്ളിക്ക് ബഹുമാനമുണ്ടെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തി. ആ 3 പള്ളികളിൽ പള്ളി എന്ന നിലയ്ക്ക് ഏറ്റവും ബഹുമാനമുള്ളത് മസ്ജിദുൽ ഹറാം. അതുപോലെ എല്ലാ മനുഷ്യന്മാർക്കും ബഹുമാനമുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, വലഖദ് കറംനാ ബനി ആദം. മാനവികതയെ മുഴുവനും അല്ലാഹു തആല ആദരിച്ചു. മനുഷ്യത്വത്തിന് ബഹുമാനമുണ്ട്. അവരിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. അംബിയാക്കൻ ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും തുല്യന്മാരല്ല, വിവരമുള്ളവർക്ക് മഹത്വമുണ്ട് എന്ന് ഖുർആൻ. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു നൽകിയ ആളുകൾക്ക് വലിയ ബഹുമാനമുണ്ട്. സാധാരണ മനുഷ്യന്മാർക്ക് മുഴുവൻ ബഹുമാനം, അതിൽ വിജ്ഞാനമുള്ളവർക്ക് പ്രത്യേക ബഹുമാനം. ആ മനുഷ്യന്മാരിൽ തന്നെ അമ്പിയാക്കന്മാർക്ക് അതിലേറെ ബഹുമാനം. ആ അമ്പിയാക്കന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലുൽ മുർസലീങ്ങൾ എന്ന് പറയുന്ന 313 പേരെ തെരഞ്ഞെടുത്തു. അവർക്ക് അതിലേറെ ബഹുമാനം. ആ മുർസലീങ്ങളെ തെരഞ്ഞെടുത്ത അല്ലാഹു അമ്പിയാക്കന്മാരിൽ നിന്ന് 5 പേരെ തെരഞ്ഞെടുത്തു, ഉലുൽ അസ്മുകൾ എന്ന പേരിൽ. അവർക്ക് VIP പദവി. അതിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്തു. അതാണ് സയ്യിദുൽ ആദം വ സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ഇസ്തഫാനി മിൻ ബനി ആദം വസ്തഫാനി മിൻ ബനി ഹാഷിം. ബനൂ ഹാഷിമിൽ നിന്ന് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ പ്രത്യേകമായ സെലക്ഷനിൽ ഏറ്റവും അതുല്യമായ പദവിയുള്ള നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ മനുഷ്യന്മാർക്കും ബഹുമാനമുണ്ട്. പക്ഷേ മനുഷ്യകത്തിന്റെ നേതാവ് ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശ്ഖാഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ടോപ്പസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ആളാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സൃഷ്ടിയും ഇല്ല. സൃഷ്ടാവായ അല്ലാഹു അല്ലാതെ ഒരൊറ്റ സൃഷ്ടിയും അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുകളിൽ ഒരു മനുഷ്യനും ഒരു സൃഷ്ടിയും ഒരു വ്യക്തിയും ഒരു പ്രതിഭാസവും പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയായ അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിന്റെയൊക്കെ ഉടമയാണോ അതിന് മുഴുവനും കാരുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിലെല്ലാം ബഹുമാനിക്കേണ്ടതും പ്രത്യേകത കൽപ്പിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതാണ് ആദ്യമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാം മാനവീക ലോകത്തിനു നൽകിയ സന്ദേശം. തഅലീമു മാ അല്ലമല്ലാഹു വ തഹ്ഖീറു മാ ഹഖറല്ലാഹ്. ആദ്യമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിനു നൽകിയ സന്ദേശം, ആദ്യ പിതാവായ മാനവീക കുലത്തിന്റെ മുഴുവനും പിതാവായ ആദം അലൈഹിസ്സലാം ലോകത്തിനു നൽകിയ ഒന്നാമത്തെ സന്ദേശം അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നതായിരുന്നു.
രണ്ടു നിലയിലൂടെ അത് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം അവതരിപ്പിച്ചു. ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكة. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിജ്ഞാനം നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്ജുദൂ ലി ആദമ, ആദം അലൈഹിസ്സലാമിനെ നിങ്ങൾ ആദരിക്കണമെന്ന് പറഞ്ഞു, സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് അല്ലാത്ത എല്ലാ ആളുകളും അഥവാ അവിടെയുള്ള മാലാഖമാരെല്ലാം അല്ലാഹുവിന്റെ കൽപ്പനയുടെ പരിധിയിൽ ആരൊക്കെയുണ്ടോ ആ കൽപ്പനയുടെ പരിധിയിൽ നിന്ന് ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും അതാ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യുന്നു. ആദം നബി അലൈഹിസ്സലാം സുജൂദ് ചെയ്യപ്പെടുന്ന നേരം അതാ ഇബ്ലീസ് പറയുന്നു, അല്ലാഹ് നിന്നോടൊപ്പം മറ്റൊരു ദൈവമുണ്ടെന്ന വാദമല്ല ഇബ്ലീസിനവിടെ ഉണ്ടായിരുന്നത്. ബഹുദൈവ വിശ്വാസമല്ല ഇബ്ലീസിനവിടെ ഉണ്ടായിരുന്നത്. അള്ളാഹുവിനോടൊപ്പം മറ്റ് ദൈവങ്ങളുണ്ടെന്ന വിശ്വാസമല്ല. അള്ളാഹു ആദരിച്ചതിന് ആദരിക്കാൻ വയ്യ എന്നത് മാത്രമാണ് ഇബ്ലീസിന് അവിടെ തടസ്സമായത്. ഇബ്ലീസിനറിയാം എന്നെ സൃഷ്ടിച്ചത് ഈ ഉള്ള അള്ളാഹുവാണ്. അതുകൊണ്ടാണ് ഇബ്ലീസ് പറയുന്നത്, ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. ഇബ്ലീസിനറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇബ്ലീസിനെ പടച്ചതെന്നറിയാം. അതുകൊണ്ട് ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുന്നത്, പടച്ചവനെ നീ അള്ളാഹു അല്ലെന്നോ, നീ ദൈവമല്ലെന്നോ, നിനക്ക് പങ്കാളികളുണ്ടെന്നോ അല്ല. മറിച്ച് ഇബ്ലീസ് പറയുന്നത്, അല്ലാഹുവേ നീയാണ് എന്നെ പടച്ചത്, പക്ഷേ എന്നെ പടയ്ക്കാൻ നീ ഉപയോഗിച്ചത് തീയാണ്. ആദമിനെ പടയ്ക്കാൻ നീ ഉപയോഗിച്ചത് അവിടുന്ന് മണ്ണാണ്. അതുകൊണ്ട് മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യാൻ അവിടുന്ന് തീയിൽ നിന്ന് പടക്കപ്പെട്ട എനിക്ക് സാധ്യമല്ല. ഇബ്ലീസ് തുടക്കം കുറിച്ചത് രണ്ട് വാദങ്ങൾക്കാണ്. ഒന്ന് യുക്തിവാദത്തിനും, രണ്ടാമത് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാൻ പറ്റില്ല എന്ന വാദത്തിനും. തിരസ്കാരവാദവും യുക്തിവാദവുമാണ് ഇബ്ലീസ് അവിടെ തുടക്കം കുറിച്ചത്. ആദം നബി അലൈഹിസ്സലാം തുടക്കം കുറിച്ചത് എന്താണ്? ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ഒരു മരത്തിന്റെ കനി കഴിച്ചപ്പോൾ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുന്നു. അപ്പൊ ആദം അലൈഹിസ്സലാം ചെയ്ത ഒന്നാമത്തെ കർമ്മം എന്താണ്? വതവസ്സല ബിഹി ആദമു വഫ്തഖറ ബികൗനിഹി വാലിദൻ വസ്തവാസ ബിഹി നൂഹ് എന്ന മങ്കൂസ് മൗലിദിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഫതവസ്സല ബിഹി ആദമു, ആദം നബി അലൈഹിസ്സലാം ജനിക്കാനിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിയിട്ട്, ഇടയാളരാക്കിയിട്ട്, മധ്യവർത്തിയാക്കിയിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലീ ബിഹഖ്ഖി മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് എനിക്ക് പൊറുത്തു തരണേ അല്ലാഹ്. ആദം നബി അലൈഹിസ്സലാം തുടക്കം കുറിച്ചത് ആദരവിനുള്ള വാദമാണ്. ഇബ്ലീസ് തുടക്കം കുറിച്ചത് യുക്തിവാദമാണ്, തിരസ്കാരവാദമാണ്. ആദം അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കിയെന്ന് ഇബ്നു കസീറിന്റെ അൽ ബിദായത്തു വൻ നിഹായ 1-ാം വാള്യം 110-ാമത്തെ പേജിലുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളരാക്കിയിട്ട് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം ദുആ ചെയ്തു എന്ന് പ്രഗൽഭരായ 5 പണ്ഡിതന്മാർ ഹദീസ് നിവേദനം ചെയ്യുകയും ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹദീസ് സ്വീകാര്യോഗ്യമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇബ്നു ഹിബ്ബാൻ തങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇദാ നഖല, ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ തങ്ങളെപ്പോലെയുള്ള ആളുകൾ ആ ഒരു ഹദീസ് സഹീഹാണെന്ന ഉദ്ധരണി കൊണ്ടുവന്നാൽ അത് സ്വീകാര്യോഗ്യമായ ഹദീസാണെന്ന് അൽഫിയത്തുൽ ഇറാഖിയിലും അൽഫിയത്തുൽ സുയൂത്തിയിലും അതുപോലെ ഹദീസിന്റെ നിദാന ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം കാണാം. അപ്പൊ സ്വീകാര്യോഗ്യമായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു ആദം അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തു, ഇടയാളരാക്കിയിട്ട് ചോദിക്കുന്നു അല്ലാഹുമ്മ ഗ്ഫിർലി ബിഹഖ് മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ചോദ്യം, കൈഫ അറഫ്ത മുഹമ്മദൻ, എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ആദമേ നിങ്ങൾ അറിഞ്ഞത്? ഉടനെ ആദം അലൈഹിസ്സലാം പറയുന്നു, റഅയ്തു ഫീ സാഖിൽ അർശി, അർശിന്റെ കമാനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അല്ലാഹുവിന്റെ പേരിനോടൊപ്പം എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരല്ലാതെ നിന്റെ പേരിനോടൊപ്പം എഴുതി വെക്കില്ലല്ലോ അല്ലാഹ്. അതിൽ നിന്നു ഞാൻ മനസ്സിലാക്കി നീ ആദരിച്ച ആളാണ്. എന്റെ പൗത്രനാണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് ആദം നബി അലൈഹിസ്സലാം പറയുകയും അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തു. അതാണ് മഹാന്മാര് പറഞ്ഞത്, വസഖാലഹു മീൻ ഇസ്മിഹി ലിയുജില്ലഹു വദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. ലോകാധികാരിയായ അള്ളാഹുവിന്റെ പേര് എവിടൊക്കെ പറയപ്പെട്ടാലും അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയപ്പെടുന്നു. പള്ളിയിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം വിളിച്ചാലും ജനങ്ങൾ നിസ്കരിക്കാൻ വരും. പക്ഷേ റസൂലുള്ളാഹിന്റെ പേര് തൊട്ടുടനെ വിളിച്ചു പറയുന്നു, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലസ് ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് മാത്രം പറഞ്ഞാലും ഇഖാമത്താക്കാൻ അല്ലാഹുവിനറിയാം. പക്ഷേ അവിടെ അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിക്കുന്നത് ഇഖാമത്തിന്റെ സമയത്തും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിനെ മാത്രം വിളിച്ചാലും നിസ്കാരമാക്കാൻ അല്ലാഹുവിനറിയാം. പക്ഷേ നിസ്കാരത്തിൽ റസൂലുള്ളാഹിനോട് സലാം പറയണം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അല്ലയോ നബിയായിട്ടുള്ളവരെ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് സെക്കൻഡ് പേഴ്സണായി അവിടുന്ന് റസൂലുള്ളാഹിനോട്, മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹിനോട് സംഭാഷണം നടത്താതെ നിസ്കാരമാവില്ല. കാരണം എന്താണെന്നറിയുമോ? ചമന്മേ സമൻ സമന്മേ ബപ്പൻ ബപ്പൻ മേൻ ദുലൻ ഹമാരാ നബി. പ്രപഞ്ചത്തിലെ പൂന്തോട്ടം, പൂന്തോട്ടത്തിലെ ചെടികൾ, ചെടിയിലെ പുഷ്പം, ആ പുഷ്പത്തിലെ തേനാണ് ഹബീബി വമലാദി വകഅസി വമശ്റബി. ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരവിന്റെയും അനുഗ്രഹത്തിന്റെയും ഉച്ചകോടിയിൽ നിന്ന് മാലോകരുടെ മനോമുകുരങ്ങളിൽ അനുരാഗത്തിന്റെ കുമിളങ്ങൾ ഉയർത്തിയിട്ട് ആലിംഗനത്തിന്റെ ആത്മരഹസ്യങ്ങള് ആധ്യാത്മികതയുടെ ഉത്തുംഗതയിലേക്ക് കൊണ്ടുവന്ന് കെട്ടിപ്പിടിക്കുന്ന മാസ്മരികതയുടെ മന്ത്രമാണ് മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരിഷ്ഠമായ നാമത്തിന്റെ വിശിഷ്ടമായ അവതാരങ്ങള് മാലോകരുടെ വിചാരമണ്ഡലങ്ങളിൽ മുഴുവനും കയറ്റിയിറക്കിയാലും ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികകളിലേക്ക് ലയിപ്പിച്ചു വെച്ചാലും അന്തരീക്ഷത്തോട് ചോദിച്ചു റസൂലുള്ളാഹിനെ അറിയുമോ? ആകാശത്തോട് ചോദിച്ചു റസൂലുള്ളാഹിനെ അറിയുമോ? ഭൂമിയോട് ചോദിച്ചു റസൂലുള്ളാഹിനെ അറിയുമോ? ലോകത്തുള്ള ലർറാസ് പൂച്ചോ നബി കാക്കറം തുക്കട തുക്കടാസ് പൂച്ചോ നബി കാക്കറം ലോകത്തുള്ള എല്ലാ ആറ്റത്തിനോടും ഇലക്ട്രോണിനോടും പ്രോട്ടോണിനോടും പോസിട്രോണിനോടും ന്യൂട്രോണിനോടും ചോദിച്ചു റസൂലുള്ളാഹിനെ അറിയുമോ? അവരെല്ലാം പറയും ഹമേ ഖൂബ് ജാൻതേ ഹൈ ഹമാരേ ആഖായെ നാമദാർ താജ്ദാർ മദീന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും അറിയാം ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തുംഗമായ മഹാത്മ്യങ്ങളുടെ മുഴുവനും ജനിപ്പിൽ നിലകൊള്ളുകയാണ്, അതിന്റെ ഉന്നതിയിൽ നിലകൊള്ളുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിക്കാൻ പറഞ്ഞതിനെ മുഴുവനും ആദരിക്കൽ തഅലീമു മാ അല്ലമല്ലാഹ് വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കുക, അത് ഹൃദയത്തിലുള്ള തഖ്വയുടെയും ഈമാനിന്റെയും അടയാളമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതുണ്ടെങ്കിൽ മാത്രമേ ഈമാൻ ഉണ്ടാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വകവെച്ചു കൊടുക്കുമ്പോഴേ ഒരാളുടെ ഈമാൻ സമ്പൂർണമാകൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ മരണം വരെ പറഞ്ഞാലും മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കാതെ അയാളുടെ ഈമാൻ സമ്പൂർണമാവുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അബ്ദുൽ ഖൈസിന്റെ യാത്രാസംഘം വന്നു. ഇമാം ബുഖാരി സ്വഹീഹിൽ നിവേദനം ചെയ്യുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലയോ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഇടയിൽ ഞങ്ങളോട് ശത്രുതയുള്ള ഗോത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരണം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ് നിങ്ങൾ ഒന്നാമതായി പരിഗണിക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്, അതദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഈ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. എന്താണ് അല്ലാഹുവിലുള്ള വിശ്വാസം എന്നറിയുമോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് രണ്ടും കൂടി കൂടിയതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും നേതാവ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സയ്യിദുനാ റസൂലുള്ളാഹ്, നമ്മളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നു, അന സയ്യിദു ഉൽദി ആദം വലാ ഫഖറ, ഞാൻ ലോക ജനതയുടെ മുഴുവനും നേതാവാണ്, സയ്യിദാണ്.
അത് ഞാൻ പെരുവിക്ക് വേണ്ടി പറയുകയല്ല, അല്ലാഹു തആല നൽകിയ അനുഗ്രഹത്തെ എടുത്തു പറയുകയാണ് എന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന സയ്യിദുൽ ആദം, ഞാൻ മാനവിക ലോകത്തിന്റെ മുഴുവനും നേതാവാണ്, സയ്യിദാണ്. അതുകൊണ്ടാണ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയാണ്, യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജു റിളാക വ അഹ്തമീ ബിഹിമാക. ലോകത്തുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ മുഴുവനും കുലപതിയായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ വന്ന് പറയുന്നത്, നേതാക്കളിൽ നേതാവായ നബിയേ, സയ്യിദുസ് സാദാത്തായ നബിയേ, തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വന്നത് തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. യാ റസൂലല്ലാഹ്. അപ്പൊ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാണ്, പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കണം, പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കണം, പരിശുദ്ധമായ റമളാനിനെ ആദരിക്കണം, പള്ളിയെ ബഹുമാനിക്കണം. അതുപോലെ അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുക്കളെയും ബഹുമാനിക്കുക എന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ്, ഈമാനിന്റെ അടിത്തറയാണ്. ഇസ്ലാമിന്റെ വിരോധികൾ മുഴുവനും ആദ്യമായി ചെയ്തത് മുസ്ലിം ലോകത്തിന്റെ മനസ്സിൽ നിന്ന് ഈ ബഹുമാനം എടുത്തുകളാനാണ് അവർ ശ്രമിച്ചുപോയത്. യൂറോപ്യന്മാര് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്താൻ വേണ്ടിയാണ് ശ്രമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസ്ലിം ലോകം ആദരിക്കുന്നു എന്നവർക്കറിയാം. ആദരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താഴ്ത്തിക്കെട്ടുക എന്നതാണ് ഇസ്ലാമിന്റെ വിരോധികൾ ആദ്യമായി ചെയ്തത്. അതുകൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയത്. നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ, ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഇസ്ലാമിക വിരോധികളായ ഓറിയന്റലിസ്റ്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി എഴുതിയിട്ട് അവിടുത്തെ ഓറിയന്റലിസ്റ്റുകളുടെ കുട്ടികളെ തൊട്ടിലിൽ കിടത്തി ആട്ടുന്ന സമയത്ത് ആ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന പേര് റസൂലുള്ളാഹിന്റെ പേരായിരുന്നു. ആ ഹബീബായ റസൂലുള്ളാഹിനെ അപകടകരമായി അവതരിപ്പിക്കാൻ അവരൊരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ അവർ ആരോപിച്ചു. അതെല്ലാം മുസ്ലിം ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്നു എന്ന കാരണത്താലാണ്. ഇന്നും ചില ആളുകൾ ഗ്രന്ഥങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, ചിത്രീകരണങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം ആദരിക്കുന്ന നേതാവാണ്. ഒരു ചിത്രമില്ലാതെ, ചിത്രീകരണമില്ലാതെ, ഫോട്ടോ ഇല്ലാതെ, ഛായാചിത്രമില്ലാതെ കോടാനകോടി വരുന്ന ജനവിഭാഗങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിത്യജ്യോതിസായി ജീവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മങ്ങലേൽപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ only man in history who was supremely successful both on the religious and secular levels, മതമതേതര മണ്ഡലങ്ങളെ ഒരുപോലെ ഉപാസിച്ച് സാർവജനമായ വിജയം നേടിയെടുത്ത ഒരേ ഒരു നേതാവ് മാത്രമേ ചരിത്രത്തിലുള്ളൂ. അതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം അതെടുത്തു കളയാൻ ഓറിയന്റലിസ്റ്റുകൾ ശ്രമിച്ചു. അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകൾ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി. അതിന്റെ ഭാഗമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് പ്രചരിപ്പിച്ചത് റസൂലുള്ളാഹിനെ താഴ്ത്തിക്കെട്ടാനാണ്. പക്ഷേ മുഹമ്മദുൻ ബശറുൽ ബശരി യഖൂതുൽ ഹജറുൽ ഹജരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യനല്ല. ഫമബുലഹുൽ ഇൽമി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യനല്ല. ഇന്ന് ഇസ്ലാമിന്റെ പേരിലുള്ള ചില ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിനയ്ക്കും അബ്ദുള്ളക്കും ജനിച്ച കേവല സാധാരണക്കാരനായ മനുഷ്യനാണെന്ന് പച്ച മലയാളത്തിൽ ഇസ്ലാമിന്റെ പേരിൽ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് റസൂലുള്ളാഹിനെ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനല്ല. റസൂലുള്ള സാധാരണക്കാരനല്ലാതെ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും അങ്ങനെ ആധുനിക സയൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പറയാൻ കഴിയും. ഞാൻ കേവലം 4 വാക്കെന്ന് പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. ഓപ്പൺ എയറിൽ തുറന്ന വായുവിലൂടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്തു. സാധാരണ ഹ്യൂമൻ ബോഡിക്ക് ഈ അറ്റ്മോസ്ഫിയറുമായി എത്ര വേഗതയിൽ തുറന്ന വായുവിൽ സഞ്ചരിക്കാൻ കഴിയും? 200 കിലോമീറ്റർ വേഗതയിൽ ഒരുപക്ഷെ ഒരു ബൈക്ക് യാത്രക്കാരന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് സങ്കല്പിക്കുക. എന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അന്തരീക്ഷത്തിലൂടെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. സാധാരണ മനുഷ്യനങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യമല്ല. സാധാരണ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പൊങ്ങുന്ന സാധാരണ എയർലൈൻസുകൾ 700-നും 1000-നും ഇടയിൽ കിലോമീറ്ററിലാണ് ശ്രീലങ്കൻ എയർലൈൻസും ഖത്തർ എയർവേസും എമിറേറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ജെറ്റ് എയർവേസും എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ഒക്കെ പോകുന്നത് 700-നും 1000-നും ഇടയിൽ കിലോമീറ്റർ വേഗതയിലാണ്. അത്രയും വേഗതയിൽ ഒരു മനുഷ്യന് തുറന്ന വായുവിൽ സഞ്ചരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ അതിനേക്കാൾ വേഗതയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറ്റ്മോസ്ഫിയർ സയൻസും ബയോളജിയും വെച്ചുകൊണ്ട് പറയാം റസൂലുള്ള സാധാരണക്കാരൻ അല്ല. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നമ്മുടെ ചന്ദ്രയാൻ പോയതിനേക്കാൾ ദൂരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചു. ഒരു വാഹനം പോലുമില്ലാതെ, ഒരു പേടകം പോലുമില്ലാതെ ഒരു സാധാരണ ഹ്യൂമൻ ബോഡിക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുമോ? ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് പ്രകാശത്തിനാണ്. 3 × 10⁸ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള വേഗത. അതിനേക്കാൾ വേഗതയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശമണ്ഡലങ്ങളെ മുഴുവനും കടന്നിട്ട് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപരിലോക മണ്ഡലങ്ങളെ മുഴുവനും അതിജയിച്ചുകൊണ്ട് അല്ലാഹു തആല നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പൊ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകാശത്തേക്കാൾ വേഗതയുള്ള കണങ്ങൾ ഉണ്ടെന്ന ഗവേഷണമാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ മുന്നിൽ നിന്നുകൊണ്ട് നടത്തുന്നത്. എന്നാൽ അതിനേക്കാൾ വേഗതയുള്ളത് വന്നാലും അതിനേക്കാൾ വേഗതയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പോകുന്നു ബൈത്തുൽ മഅമൂറിലേക്ക്. ഇത് കഥയാണോ
അല്ല, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ് ഇസ്റാഉം മിഅ്റാജും. കഴിഞ്ഞ മാസം നമ്മൾ അനുസ്മരിച്ചതാണ്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ ആസ്ട്രോണമിക്കൽ സയൻസ് വെച്ചുകൊണ്ടും അത് അറ്റ്മോസ്ഫിയർ സയൻസ് വെച്ചുകൊണ്ടുമെല്ലാം പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല. അത് മാത്രമല്ല, നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ലസ്തു കഹയതികും, ഞാൻ നിങ്ങളുടെ നേച്ചറിലല്ല, നിങ്ങളുടെ പ്രകൃതിയിലല്ല. യുത്ഇമുനി റബ്ബി വയസ്ഖീനി, അല്ലാഹു തആല നിങ്ങൾക്ക് തരാത്ത മാർഗത്തിലൂടെ എനിക്ക് ഭക്ഷണം തരുന്നു, നിങ്ങൾക്ക് തരാത്ത മാർഗത്തിലൂടെ എനിക്ക് പാനീയം തരുന്നു. അതുകൊണ്ട് ഞാൻ സാധാരണക്കാരനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്, ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല എന്ന് ആവർത്തിച്ച് ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ ആ റസൂലുള്ള സാധാരണക്കാരനാണ് എന്ന് വരുത്തി തീർക്കൽ ഓറിയന്റലിസ്റ്റുകളുടെ ലക്ഷ്യമാണ്. കാരണം എന്താണെന്നറിയോ? റസൂലുള്ള സാധാരണക്കാരനായാൽ ഖുർആൻ ഒരു സാധാരണ ഗ്രന്ഥമാകും. ഖുർആൻ ഒരു സാധാരണ ഗ്രന്ഥമായാൽ അതിന് മോചിതത്തില്ലെന്ന് വരും. ഖുർആനിന് മോചിതത്തില്ലെന്ന് വന്നാൽ ഇവിടെയുള്ള തൽമൂദും അതുപോലെ ഓറിയന്റലിസ്റ്റുകളുടെ രചനകളും ഖുർആനിനെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയ ഇടമറുകിന്റെ വാദവും അതുപോലെ ഓറിയന്റലിസ്റ്റുകളുടെ ഖുർആൻ വിമർശന പഠനങ്ങളുമെല്ലാം ഇവിടെ വിലാസം നേടും. ഇന്ന് ലോകത്തെ മുഴുവനും അതിജയിച്ചു നിൽക്കുന്ന ഖുർആനിനെ ഇല്ലായ്മ ചെയ്യാൻ അവർ പ്രയാമ്പിളായി സ്വീകരിച്ചതാണ് റസൂലുള്ളാഹി തങ്ങൾ സാധാരണക്കാരനാണ് എന്ന്. ഇത് മലയാളത്തിലും ചില ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളുടെ ഈ തെറ്റും തോന്നിവാസവും ഒക്കെ കണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പോയി ഹിറാ ഗുഹയിൽ തപസ്സിരുന്നപ്പോൾ ഉണ്ടായ ആശയമാണ് ഖുർആനെന്നും ഇസ്ലാമെന്നും വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റുകളുടെ രചനയിൽ കാണാം. എന്റെ വിഷയം അതല്ല. ഞാൻ ആ വിഷയവുമായി സ്വതന്ത്രമായി തന്നെ പ്രഭാഷണങ്ങൾ നടത്തിയ സീഡ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സാധാരണക്കാരനായി അവതരിപ്പിക്കൽ ഇസ്ലാമിന്റെ വിരോധികളുടെയും ആ വിരോധികളെ അറിയാതെ തുടർന്നുപോയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും ചിന്താധാരകളുടെയും ലക്ഷ്യമാണ്. അതേ സമയത്ത് നമ്മുടെ നേതാവ് സബ്സെ ആലാ വഔലാ ഹമാരാ നബി മക്കീനോ മകാൻ തുമാരേ ലിയേ മകാൻ ജമീനോ ജമാൻ തുമാരേ ലിയേ ചുനിയേ ചുനാ തുമാരേ ലിയേ ബനെ ദോ ജഹാ തുമാരേ ലിയേ. അല്ലയോ ഹബീബായ നബിയെ, കാലവും കാലത്തിലുള്ളതും ലോകവും ലോകത്തുള്ളതും അതുപോലെ പ്രപഞ്ചമാകമാനം ബനെ ദോ ജഹാ തുമാരേ ലിയേ, അവിടത്തേക്ക് വേണ്ടിയാണ് ഈ ലോകം മുഴുവനും വെച്ചിട്ടുള്ളത്. യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അതാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ ആദരിക്കണം, ആരാധിക്കണമെന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവത്തിന്റെ പങ്കാളിത്തമുണ്ടെന്നോ അല്ലാഹുവിനെ പോലെ കേൾക്കുമെന്നോ അല്ലാഹുവിനെ പോലെ കാണുമെന്നോ അല്ലാഹുവിനെ പോലെ അറിയുമെന്നോ റസൂലുള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല. ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിനെ ദൈവമാക്കപ്പെടുകയില്ല എന്നത് റസൂലുള്ളാഹിക്ക് അല്ലാഹ് നൽകിയ ബഹുമാനമാണ്. ചില ആളുകൾ പറയും റമളാൻ മാസത്തിൽ നമ്മളെ പള്ളികളിലൊക്കെ മങ്കൂസ് മൗലിദ് ഓതാറുണ്ട്. അങ്ങനെ മങ്കൂസ് മൗലിദ് ഓതുമ്പോൾ നബിയെ, ഒരുപാട് തെറ്റ് ഞങ്ങൾ ചെയ്തുപോയി, അവിടുന്ന് പരാതിപ്പെടുന്ന നബിയെ എന്ന് അർത്ഥമുള്ള ഇർത്തകബത്തു എന്ന വരി മങ്കൂസ് മൗലിദിൽ നിന്ന് റമളാൻ മാസത്തിൽ പാരായണം ചെയ്യുമ്പോ ഈ നാട്ടിലൊന്നും അത് എതിർക്കുന്നവരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചില നാട്ടിലൊക്കെ പറയും റമളാൻ മാസവുമായിട്ട് ശിർക്കാണ് ചെയ്യുന്നത്, റസൂലുള്ളാഹിനെ ആരാധിക്കുകയാണെന്ന് അവർ പറയാറുണ്ട്. അവിടെ എന്റെ മുസ്ലിമീങ്ങൾ രണ്ടു കാര്യങ്ങൾ മനസ്സിലാക്കണം.
ഈ മങ്കൂസ് മൊലുതുണ്ടാക്കിയത് ലോകപ്രസിദ്ധ പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. ആ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ബഹുദൈവാരാധന പ്രചരിപ്പിക്കുമോ? ഒരിക്കലും അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പാടില്ല. ഇനി ഈ പറഞ്ഞ വഴിയിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ കാവലാണ്. ഖിയാമത്ത് നാൾ വരെ കല്ലിനെ ആരാധിക്കുന്നവരുണ്ടാകാം, മണ്ണിനെ ആരാധിക്കുന്നവരുണ്ടാകാം, ഈസാ നബിയെ ആരാധിക്കുന്നവരുണ്ടാകാം, മറിയം ബീവിയെ ആരാധിക്കുന്നവരുണ്ടാകാം, ഉസൈർ അലൈഹിസ്സലാമിനെ ആരാധിക്കുന്നവരുണ്ടാകാം, മൂസാ നബിയെ ആരാധിക്കുന്നവരുണ്ടാകാം. പക്ഷേ റസൂലുള്ളാഹിനെ ആരാധിക്കുന്നവർ എന്നൊരു വിഷയമേ ഇല്ല. കാരണം റസൂലുള്ള കാവൽ തേടിപ്പോയി. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഡ്വാൻസ് ആയി ദുആ ചെയ്തു. അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ദുആനെ തട്ടിക്കളയുമോ? ഇല്ല. അതുകൊണ്ടാണ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ യമാനി, സൗദിയിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, അദ്ദേഹത്തെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്നാ ഫാത്തിമ എന്ന ഗ്രന്ഥം സാധുവായ ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒന്നായ ഡെല്ല എന്ന കമ്പനിയുടെ MD ആണ്, മുൻ ഇൻഫർമേഷൻ മിനിസ്റ്ററാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്, ലിമാദാ ലം യുഅബദ് റസൂലുള്ളാഹ്, എന്തുകൊണ്ട് റസൂലുള്ളാഹ് ആരാധിക്കപ്പെടുന്നില്ല? റസൂലുള്ളാഹിനെ ആരാധിക്കുന്ന ഒരു സമൂഹം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയില്ല. അപ്പൊ ചില ആളുകൾ റസൂലുള്ളാഹിനെ അറിയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാതെ റമദാൻ മാസമാകുമ്പോ മങ്കൂസ് മൗലിദ് ഓതുന്നത് റസൂലുള്ളാഹിക്കുള്ള ആരാധനയാണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അത്തരം വഞ്ചനകളിൽ എന്റെ മുഅ്മിനീങ്ങളെ പെടാൻ പാടില്ല. പിന്നെ റസൂലുള്ളാഹിനോട് തെറ്റിനെ കുറിച്ച് ശിക്കായത്ത് പരാതി ബോധിപ്പിക്കാൻ പറ്റുമോ? പറ്റുമെന്നാരാണ് പഠിപ്പിച്ചത്? ഒന്നാമതായി പഠിപ്പിച്ചത് ഖുർആനാണ്. വലോ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, വലോ അന്നഹും യളമൂ അൻഫുസഹും, അവർ തെറ്റ് ചെയ്തു പോയാൽ എന്നിട്ട് അവർ തങ്ങളുടെ അടുക്കൽ വന്നാൽ, തെറ്റ് ചെയ്ത ഒരാളെ തങ്ങളുടെ അടുക്കൽ വരികയും അവർ പൊറുക്കലിനെ ചോദിക്കുകയും തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പുറത്തു കൊടുക്കുന്നതാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നത് കാണാം. എന്താണെന്നല്ലേ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്ക് വന്നു. ഫമറമാ ബിനഫ്സിഹി ഇലാ ഖബരിഹി, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്ക് അങ്ങ് ചരിഞ്ഞു. ഫഹസാനൻ തുറാഹിഹി അലാ റഅസിഹി, എന്നിട്ട് മണ്ണ് വാരി തലയിലേക്കിട്ടു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് നബിയേ. അല്ലാഹു തആല തങ്ങളോട് പറഞ്ഞിട്ടില്ലേ, വലോ അന്നഹും യളമൂ അൻഫുസഹും ഫജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. തെറ്റു ചെയ്തവർ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അവിടെ വെച്ച് മാറ്റിരുന്നാൽ പൊറുക്കലിനെ കിട്ടുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ലേ നബിയേ? അതുകൊണ്ട് ജിൽതുക, ഞാൻ തങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു, എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം നബിയേ. ഈ സംഭവം പറയുന്നതാരാണ്?
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. ഉദ്ധരിക്കുന്നതാരാണ്? ലോകപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം ഖുർത്തുബിയാണ്. വന്നിട്ട് പറയുമ്പോൾ അവിടുന്ന് അതാ റസൂലുള്ളാഹിന്റെ ഖബറിൽ നിന്ന് മറുപടി വരുന്നു, ഖദ് ഗഫറല്ലാഹു ലക, നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുക്കൽ വന്ന് പാപമോചനം നടത്തി. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയുടെ സന്നിധാനത്തിലാണ്. അവിടെ അലി റളിയല്ലാഹു എന്ന് പറഞ്ഞില്ല, ഇയാൾ ശിർക്ക് ചെയ്തു പോയി എന്ന്, ഇയാൾ ഇസ്ലാമിൽ നിന്ന് മാറിപ്പോയി എന്ന് അലി റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹിനെ ആദരിച്ചുകൊണ്ടാണ് മൗലിദ് ഓതുന്നത്. അതുപോലെ മഹാന്മാരായ സ്വഹാബികളെല്ലാം റസൂലുള്ളാഹിനെ ആദരിച്ചവരാണ്. കേട്ടോളൂ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത മഹാനാണ്. ആ അബൂ ഹുറൈറ തങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളൊരു തോൽപാത്രം കൊടുത്തു. ആ തോൽപാത്രവും കൊണ്ട് നടക്കുകയാണ് റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കിട്ടാൻ. അങ്ങനെ നടക്കുമ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ആ ദിവസം അബൂ ഹുറൈറ തങ്ങളുടെ തോൽപാത്രം നഷ്ടപ്പെട്ടു പോയി. റസൂലുള്ള കൊടുത്ത പാത്രമാണ്. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ലിന്നാസി ഹമ്മുൻ വലി അൽയൗമ ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖ് ഉസ്മാനി. ഇന്ന് ജനങ്ങൾക്ക് മുഴുവനും ഒരു ദുഃഖമാണ്, അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായതിന്റെ ദുഃഖമാണ്. എനിക്ക് രണ്ട് ദുഃഖമാണ്. ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദുഃഖമാണ്. രണ്ട് റസൂലുള്ളാഹി തങ്ങൾ തന്ന തോൽപാത്രം നഷ്ടപ്പെട്ടു പോയ ദുഃഖമാണ്. അതാണ് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞത് കേട്ടോ. അബൂ ഹുറൈറ തങ്ങളെക്കാൾ വലിയ ഈമാനുള്ളവർ ലോകത്ത് പിൻഗാമികളിൽ ആരാണ്? ആരുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത തോൽപാത്രത്തിന്റെ ബഹുമാനം വെച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത സഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഖദംതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാതിൻ ഫമാ ഖാല ലീ ഷൈഇൻ ഫഅൽതു ലിമ ഫഅൽത. 10 കൊല്ലം റസൂലുള്ളാഹിക്ക് ഞാൻ ഖിദ്മത്ത് എടുത്തു. പക്ഷേ ഒരു പ്രാവശ്യം പോലും എന്തുകൊണ്ടാടാ നീ ഇങ്ങനെ ചെയ്തതെന്ന് റസൂലുള്ള ചോദിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു, അതാ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ഒരു മുടിയുണ്ട്. ആ മുടിയെടുത്തിട്ട് വായിലിടുന്നു. ആ മുടി നനഞ്ഞ തുപ്പുനീര് രോഗശമനത്തിന് വേണ്ടി ഇറക്കുന്നു. അവസാനം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നത് കാണാം. അനസ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തു, ഞാൻ മരണപ്പെട്ടാൽ റസൂലുള്ളാഹിന്റെ മുടിയുണ്ടല്ലോ, ആ മുടി എന്റെ നാവിന്റെ അടിയിൽ വെച്ചിട്ടല്ലാതെ എന്നെ കബറടക്കാൻ പാടില്ല. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നത് കാണാം. ഇമാം ബുഖാരി തങ്ങൾ ധരിക്കുന്നത് കാണാം. വദഫന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കപ്പെട്ടു. വശഅർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹത ലിസാനി, റസൂലുള്ളാഹിന്റെ മുടി നാവിന്റെ അടിയിൽ വെച്ചിട്ടാണ് ഖബറടക്കിയത്. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചെറിയൊരു വടിയുണ്ടായിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഖബറടക്കപ്പെട്ടാൽ അഥവാ എന്നെ നിങ്ങൾ ഖബറടക്കുമ്പോ റസൂലുള്ളവന്ന ആ വടിയും കൂടി എന്റെ ജനാസയുടെ കൂടെ വെക്കണേ. അങ്ങനെ വെച്ചിട്ടാണ് ഖബറടക്കിയതെന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാളെ പരലോകത്ത് വരുമ്പോ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഞാൻ ഓടി
ഓടിച്ചെല്ലും. ഓടിച്ചെന്നിട്ട് പറയും യാ റസൂലല്ലാഹ് അന ഹുവൈദിമുക ഉനൈസ് അന ഹുവൈദിമുക ഉനൈസ് അന ഹുവൈദിമുക ഉനൈസ്. നബിയെ തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത കുഞ്ഞ് അനസാണ് നബിയെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഞാൻ ഓടിച്ചെല്ലും. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് ശഫാഅത്ത് തരുമെന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അശ്ശഫാഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വലനാ ഇല്ലാഹ സയ്യിദി ഖൈറൻ നബി. റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന് വേണ്ടി നമ്മൾ കൊതിച്ച് കരഞ്ഞ് നമ്മൾ വിളിക്കാനുള്ള കാരണം അതാണ്. റമളാൻ മാസത്തിന്റെ രാത്രികളിൽ മൗലൂദ് മൗലിദും മറ്റ് മൗലിദുകളും അതുപോലെ വിത്തിരിയ പോലെയുള്ള ബൈത്തുകളും പള്ളിയിൽ വെച്ച് പാരായണം ചെയ്യാനുള്ള കാരണം റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് പുണ്യമുള്ള മാസമാണ്. അതുകൊണ്ടാണ് അപ്പൊ റസൂലുള്ളാഹിനെ ആദരിക്കണം. ആ ആദരവ് നഷ്ടപ്പെട്ടു പോയാൽ ഇസ്ലാമിന് മൂല്യമുണ്ടാവുകയില്ല. റസൂലുള്ള സാധാരണക്കാരനായാൽ പിന്നെ വഹയിന് വിലയുണ്ടോ? ഇല്ല. റസൂലുള്ള സാധാരണക്കാരനായാൽ ഇസ്ലാമിന് മൂല്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് റസൂലുള്ള സാധാരണക്കാരനാണ് എന്ന വാദം ഇസ്ലാമിക ലോകത്തിന് ബന്ധമുള്ളതല്ല. ആരോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുവന്ന വാദമാണ്. അടുപ്പിട്ട് പോകാൻ പാടില്ല. ഇതിന്റെ അർത്ഥം റസൂലുള്ള ദൈവമാണെന്നല്ല, ദൈവപുത്രമാണെന്നല്ല, ദൈവാവതാരമാണെന്നല്ല, ദൈവാംശമാണെന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയും ദൂതരുമാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം ഇന്ന് ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഉള്ളിലും പുറത്തും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലമാണ്. ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ട് ഇസ്ലാമിനെ പല സ്ഥലങ്ങളിലും തെറ്റായി അവതരിപ്പിക്കപ്പെടുന്നു. 10,000-കണക്കിന് പ്രമാണങ്ങൾ അള്ളാഹു ആയുസ് നൽകിയാൽ ഇവിടെ വെച്ച് പറയാൻ കഴിയും റസൂലുള്ളാഹി തങ്ങൾ സാധാരണക്കാരനല്ല എന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ മാത്രം എത്രയോ സയൻസുകളാണ് ലോകത്തുള്ളത്. ശാസ്ത്രശാഖകൾ. റസൂലുള്ളാഹിന്റെ സൗന്ദര്യം മാത്രം പറയാനൊരു ശാസ്ത്രശാഖയുണ്ട്. ലോകത്ത് വേറെ ആരെ കുറിച്ച് അങ്ങനെയുള്ളത് ഒരാളെ കുറിച്ചും കാണിച്ചു തരാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ സൗന്ദര്യം പറയാൻ ഒരു സയൻസ്. ആ സയൻസിൽ മാത്രം 100 കണക്കിന് ഗ്രന്ഥങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന് അശ്ശമാഇൽ എന്ന ഗ്രന്ഥമുണ്ട്. ഇബ്നു ഹജൽ ഹൈതമി തങ്ങൾക്ക് അൽ വസാഇൽ ഇലാ ഫഹ്മി അശ്ശമാഇൽ എന്ന ഗ്രന്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, അശ്ശമാഇൽ പോലെയുള്ള ഗ്രന്ഥങ്ങൾ, റസൂലുള്ളാഹിന്റെ സൗന്ദര്യം പോലെയുള്ള ഗ്രന്ഥങ്ങൾ. അത് റസൂലുള്ളാഹിന്റെ സൗന്ദര്യം പറയാൻ വേണ്ടി മാത്രം ഒരു വിജ്ഞാന ശാഖയാ. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ നോട്ടം, റസൂലുള്ളാഹിന്റെ നടപ്പ്, റസൂലുള്ളാഹിന്റെ ഇരിപ്പ്. സാധുവായ ഞാൻ റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തെ കുറിച്ച് മാത്രം പറഞ്ഞ 14 മണിക്കൂർ CD നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കും. റസൂലുള്ളാഹിന്റെ കണ്ണെങ്ങനെ, മൂക്കെങ്ങനെ, നാക്കെങ്ങനെ, ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, ചലനം എങ്ങനെ, നിശ്ചലനം എങ്ങനെ, ആംഗ്യം എങ്ങനെ, റസൂലുള്ളാഹിന്റെ പ്രസംഗം എങ്ങനെ, റസൂലുള്ളാഹിന്റെ വാക്കെങ്ങനെ, റസൂലുള്ളാഹിന്റെ നടപ്പെങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ടം എങ്ങനെ, റസൂലുള്ളാഹിന്റെ കൈവിരലുകൾ എങ്ങനെ, നഖമെങ്ങനെ, പുരികമെങ്ങനെ, അവിടുത്തെ ഇമ എങ്ങനെ, ഹബീബായ റസൂലുള്ളാഹിന്റെ ചിരി എങ്ങനെ, പല്ലെങ്ങനെ, ചുണ്ടെങ്ങനെ, നാവെങ്ങനെ, അങ്ങനെ ഓരോന്നും ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെയും പോണ്ട, കിതാബുകളിൽ ഇന്നും ലഭ്യമാണ്. ഇമാമുകൾ എഴുതി വെച്ചിട്ടുണ്ട് മുഴുവനും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാന്തി, സൗന്ദര്യം. കാരണം എന്താ? വജമല മിൻ കലം തറഖത്തു ഐനി വഅഹ്ലാ മിൻ കലം തലിദിൻ നിസാഉ. ഓ നബിയേ, അവിടുത്തെ പോലെ സൗന്ദര്യമുള്ള ഒരാളെയും ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്. റസൂലുള്ളാഹിന്റെ സൗന്ദര്യം അങ്ങനെയാണ്.
യൂസുഫ് നബിയുടെ സൗന്ദര്യം അതിന്റെ എത്രയോ മടങ്ങ് ഇരട്ടിയാണ് റസൂലുള്ളാഹിന്റെ സൗന്ദര്യം. പക്ഷേ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിന് ഇല്ലാത്ത ഒരു പ്രത്യേക സംരക്ഷണം റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തിനുണ്ട്. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഒരു പെണ്ണിന് തെറ്റായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇസ്മത്ത് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത് യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യൂസുഫ് നബിയെ കണ്ടപ്പോൾ പെണ്ണുങ്ങൾ കൈമുറിച്ചു കളഞ്ഞത്. അതേസമയത്ത് റസൂലുള്ളാഹിനെ കണ്ടിട്ട് അങ്ങനെ സൗന്ദര്യം ചിന്തിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവരുടെ ഖൽബ് മുറിക്കുമായിരുന്നു എന്ന് അലി വഫയും സുബുലുൽ ഹുദാ റസാദിൽ സാലിഹ് ശാമിയും രേഖപ്പെടുത്തിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം അതുല്യമായ സൗന്ദര്യമാണ്. അതിനെക്കുറിച്ച് പറയാൻ മാത്രം 10,000 ഗ്രന്ഥങ്ങളാണ്. അപ്പൊ നമ്മൾ വിഷയങ്ങൾ പഠിക്കണം. പഠിക്കാത്തതിന്റെ പേരിൽ പലരും തെറ്റിദ്ധാരണയിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിനെ ആദരിച്ചിട്ട് സ്വലാത്ത് ചൊല്ലണം. റസൂലുള്ളാഹിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തുൽ ഇബ്രാഹിമിയ്യ ചൊല്ലണം. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണം. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തുൻ നാരിയ ചൊല്ലണം. ചില ആളുകൾ മനസ്സിലാക്കിപ്പോയി സലാത്തുൻ നാരിയ എന്ന് പറഞ്ഞാൽ അതിന് 6 എന്നൊരു പദമുണ്ടല്ലോ, നരകത്തിലേക്കുള്ള സലാത്താണെന്ന്. അല്ല, അത് ഫയർഫോഴ്സ് പോലെ എഫക്ട് ചെയ്യുന്ന അഗ്നിശമന സേനയെ പോലെ എക്സ്പ്രസായി ആക്ട് ചെയ്യുന്ന സലാത്താണ്. അതിലുള്ള എല്ലാ വചനങ്ങളും റസൂലുള്ളാഹിന്റെ മഹത്വം പറയുന്ന സലാത്താണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ മഹത്വമാണ് സ്വലാത്തുൻ നാരിയയിൽ. അതിന് സമാനമായ സ്വലാത്ത് ഇമാം ശാഫഈ തങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. അതിന് സമാനമായ സ്വലാത്ത് ഇമാമുൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്. സ്വലാത്തുൻ നാരിയ തന്നെ ഇമാം ഖുർത്തുബി തങ്ങളുടേതാണെന്നും സ്വലാത്തുൽ ഖുർത്തുബിയ്യ എന്നതിന് പേരുണ്ടെന്നും മഹാന്മാർ പറയുന്നുണ്ട്. അഫ്ളലു സ്വലാത്തി അലാ സയ്യിദി സാദാത്തി എന്ന ഗ്രന്ഥത്തിൽ യൂസുഫ് നബഹാനി റഹിമഹുല്ലാഹ് ഈ സ്വലാത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ലോകപ്രസിദ്ധ ഹദീസ് പണ്ഡിതനാണ് ഇമാം യൂസുഫ് നബഹാനി. നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകൾ അറിവില്ലാത്തതിന്റെ ശത്രുക്കളായി മാറിപ്പോകും. അപ്പൊ നമ്മൾ അല്ലാഹുവിന്റെ ദീനെ പ്രചരിപ്പിച്ചു കൊടുക്കണം. ആദരിക്കേണ്ട വിഷയങ്ങൾ മുഴുവനും ആദരിക്കണം. അതിൽ ഒന്നാമതായി ആദരിക്കേണ്ട നേതാവാണ് ഹബീബി വ മലാദി വ മശ്റബി വ കൗസി വ വിസാലി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഉമ്മമാരെ, റസൂലുള്ളാഹിന്റെ പേര് അവിടുന്ന് വളരെ ആദരവോടുകൂടി അല്ലാതെ നമുക്ക് പറയാൻ പാടില്ല. അതല്ലേ ഖുർആൻ പറഞ്ഞില്ല, തജഅലു ദുആ റസൂലി കദുആഇ ബാലികും ബാലാ. നിങ്ങളെ പരസ്പരം വിളിക്കുമ്പോൾ റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല. മുഹമ്മദ് എന്നൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയെ മുഹമ്മദ് എന്ന് വിളിക്കും പോലെ റസൂലുള്ളാഹിനെ അങ്ങനെ വിളിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ അടിത്തറ. മാത്രമല്ല, ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് 40 കൊല്ലം മദീനയിൽ ദർശനം നടത്തിയിട്ട് ഒരിക്കൽ പോലും വുളു ഇല്ലാതെ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. ഒരാളെ ഹദീസ് പഠിക്കാൻ വന്നാൽ അയാളോട് പറയുന്നു നിൽക്കാൻ, എന്നിട്ട് വുളു എടുക്കും, നല്ല വസ്ത്രം ധരിക്കും, നല്ല സുഗന്ധം ഉപയോഗിക്കും, എന്നിട്ട് ഹദീസ് പറയുന്ന സ്ഥലത്തിരിക്കും, എന്നിട്ട് ഹദീസ് പറഞ്ഞു കൊടുക്കും. മാലിക് ഇമാം തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരാൾ ചോദിച്ചു, ഉസ്താദേ ഒരു ഹദീസ് പറഞ്ഞു തരണം. മോനെ, ഞാൻ നിന്നെ ഇങ്ങനെയല്ലല്ലോ മനസ്സിലാക്കിയത്. വഴിയിൽ നടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുകയോ? എനിക്ക് സാധ്യമല്ല. അത്രയും വലിയ ബഹുമാനം ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ കാണിച്ചു. റസൂലുള്ളാഹിന്റെ ഹദീസിന് ഇന്ന് എഴുതി ചവിട്ടിത്തേക്കുന്ന കാലത്തേക്ക് നമ്മൾ എത്തിപ്പോയി. മഅദല്ലാഹ്. റസൂലുള്ളാഹിന്റെ പേരിന് മൂല്യം കൊടുക്കാതെ നമ്മൾ എല്ലായിടത്തും എഴുതി ഇങ്ങനെ ഹദീസുകൾ ഇഷ്ടം പോലെ ശരിയായും തെറ്റായും ഒക്കെ എഴുതിയിട്ട് കളയുന്ന കാലം. അതുപോലെ അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കണം. പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്?
ഒന്ന് ഖുർആനിന്റെ വാർഷികമാകുന്ന റമളാൻ മാസത്തെ ആദരിക്കണം. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. അല്ലാഹു തആല ഖുർആൻ ഇറക്കിയ മാസമാണ് റമളാൻ. അതുകൊണ്ട് റമളാനിൽ ഖുർആൻ പാരായണം ചെയ്യണേ.